ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് കവർ ചെയ്യാൻ പോണത് ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ പോർഷനാണ്. ഇതിനു മുമ്പുള്ള ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് SHM, അതേപോലത്തെ എല്ലാ വീഡിയോസും ഇതിനു മുമ്പുള്ളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ചാനൽ പ്ലേലിസ്റ്റ് പോയാൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് വരാം. എന്താണ് ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ? ആ വാക്ക് ഫോഴ്സ് എന്നുള്ള വാക്കിൽ തന്നെയുണ്ട്. അതായത് ഫോഴ്സ്ഡ്, ആ ഓസിലേറ്ററിനെ നമ്മൾ ഫോഴ്സ് ചെയ്യാനാണ് ഓസിലേറ്റ് ചെയ്യാൻ വേണ്ടി, അതർ ദാൻ ഇറ്റ്സ് നാച്ചുറൽ ഫ്രീക്വൻസി. അതായത് സാധാരണ ഒരു ഓസിലേറ്റർ നമ്മളിങ്ങനെ പെൻഡുലം വിചാരിച്ചാൽ പെൻഡുലം ഇങ്ങനെ നീക്കിയിട്ട് വിട്ടാൽ അത് ബാക്കി ഇങ്ങനെ ഓസിലേറ്റ് ചെയ്ത് റെസ്റ്റിൽ വന്നത് അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി കൂടിയാണ്. പക്ഷേ ആ റെസ്റ്റ് വന്നതിന് മുമ്പ് നമ്മളൊന്ന് വീണ്ടും തട്ടിയാലോ അത് വീണ്ടും ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങും. ആ തട്ടലിനെ പറയുന്നതാണ് ഫോഴ്സ്ഡ് ആ ഫോഴ്സ്, അതിനെ പറയുന്നത് ഡ്രൈവിംഗ് ഫോഴ്സ്. അതായത് ഓസിലേറ്റർ വിച്ച് ഈസ് ഫോഴ്സ്ഡ് ടു ഓസിലേറ്റ് വിത്ത് ഫ്രീക്വൻസി അതർ ദാൻ ഇറ്റ്സ് നാച്ചുറൽ ഫ്രീക്വൻസി ഈസ് നോൺ ആസ് ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ എക്സ്പ്ലനേഷൻ. അതായത് നമ്മളൊരു ഓസിലേറ്റർ നാച്ചുറൽ ഫ്രീക്വൻസി കൊണ്ട് ഓസിലേറ്റ് ചെയ്ത് തീരുമ്പോൾ, അതായത് നിൽക്കുമ്പോൾ നമ്മൾ വേറൊരു ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യണതാണ് വീണ്ടും ഓസിലേറ്റ് ചെയ്യാൻ വേണ്ടി. അതാണ് നമ്മൾ ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൽ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ നമ്മൾ രണ്ട് ഫോഴ്സ് കണ്ടുകൊണ്ടിരുന്നത്, അതായത് റീസ്റ്റോറിങ് ഫോഴ്സും ഡാമ്പിങ് ഫോഴ്സും. പക്ഷെ നമ്മൾ ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൽ വരുമ്പോഴത്തേക്കും റീസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ടാവും, ഡാമ്പിങ് ഫോഴ്സും ഉണ്ടാവും, എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സ് അഥവാ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയും, ഡ്രൈവിംഗ് ഫോഴ്സും ഉണ്ടാവും. ഇതിനെയാണ് ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? -Cx. ഡാമ്പിംഗ് ഫോഴ്സ് -γ/dx/dt. എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സ് നമ്മൾ F0 sin PT എന്ന് പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഫോഴ്സിൻ്റെ ഇക്വേഷനിലോട്ട് വരാം. അതായത് F = ma. എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ബേസിക് സാധനമാണ്. A = d²x/dt² ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എഫിൻ്റെ ഇക്വേഷൻ എന്താവും? m × d²x/dt². m × d²x/dt² ഈസ് ഈക്വൽ ടു നമ്മുടെ ഈ ഓസിലേറ്ററിലുള്ള ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ സമ്മാണ് അല്ലേ. അപ്പോൾ m × d²x/dt² ഈക്വൽ ടു -Cx -γ/dx/dt പ്ലസ് F0 sin PT. ഓക്കെ, F0 sin PT. ഇനി m × d²x/dt² നമുക്ക് ഈ മൈനസിൻ്റെ ടേംസിനെ ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കാം. പ്ലസ് γ/dx/dt പ്ലസ് Cx ഈസ് ഈക്വൽ ടു F0 sin PT എന്നായില്ലേ. നമുക്കിതിനെ മൊത്തത്തിൽ m വെച്ച് ഡിവൈഡ് ചെയ്യാം × 1/m. ഓക്കെ, മൊത്തത്തിൽ. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ m/m ആയാൽ കട്ടായി പോകും. അപ്പോൾ ഇവിടെ d²x/dt² ആവും. പ്ലസ് γ/m dx/dt പ്ലസ് c/m × x ഈസ് ഈക്വൽ ടു F0/m sin PT എന്നാവും. ഓക്കെ, അപ്പോൾ ഇതെന്താവും? d²x/dt² പ്ലസ് γ/m എന്ന് പറഞ്ഞാൽ 2k ആണ്, 2k dx/dt പ്ലസ് ω02 x ഈസ് ഈക്വൽ ടു F0, സ്മോൾ ലെറ്റർ F0 sin PT. ഇതൊക്കെ എങ്ങനെ വന്നതെന്ന് വെച്ചാൽ γ/2m എന്ന് പറഞ്ഞാൽ k ആണ്, ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, γ/2m എന്ന് പറഞ്ഞാൽ k ആണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ഇവിടെ γ/m ഉള്ളൂ. അപ്പോൾ എന്താ, ഈ 2നെ ഇപ്പുറത്തോട്ടുണ്ടായ γ/m 2k. അങ്ങനെയാണ് ഇവിടെ 2k വന്നേക്കണത്. പിന്നെ ഈ ω02 എന്ന് പറഞ്ഞാൽ ω0 എന്ന് പറഞ്ഞാൽ √c/m ആണ്. ഇവിടെ c/m ഉണ്ടല്ലോ, ഇതിൻ്റെ റൂട്ടാണ് ω0. അപ്പോൾ c/m എന്താവും? ω02. അതാണ് ഇവിടെ എഴുതിയേക്കണം. അപ്പോൾ ഈ d²x/dt² പ്ലസ് 2k dx/dt പ്ലസ് ω02 x ഈസ് ഈക്വൽ ടു F0 sin PT. ഇവിടെ ഈ ക്യാപിറ്റൽ F0/m എന്ന് പറഞ്ഞാലാണ് സ്മോൾ ലെറ്റർ F0. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി നമുക്കിതിൻ്റെ സൊല്യൂഷനിലോട്ട് പോവാം. സൊല്യൂഷനിലോട്ട് പോകുമ്പോഴേക്കും നിങ്ങളൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കും. നമ്മുടെ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ
ഡിഫറൻഷ്യൽ ഇക്വേഷനും ഏകദേശം ഇങ്ങനെ തന്നെയായിരുന്നു. ഇവിടെ F0 sin PT പകരം 0 ആയിരുന്നു എന്നുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ ശരിക്കും 2 പാർട്സ് ആക്കി സോൾവ് ചെയ്യാം. അതിൽ ഫസ്റ്റത്തെ പാർട്ട് എന്താണെന്ന് വെച്ചാൽ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് പറയും. കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ, അതായത് ഇത്രയും ഭാഗമില്ലേ, ഇത് ഡാംഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതിൻ്റെ സൊല്യൂഷനാണ് ഫസ്റ്റ് പാർട്ട്. അത് നമ്മൾ ഓൾറെഡി അറിയാം. ഡാംഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ സൊല്യൂഷൻ, അതായത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതാണ്: d2x/dt² പ്ലസ് 2k dx/dt പ്ലസ് ω02x = 0. ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾക്ക് കിട്ടിയത് x = a0 e⁻ kt sin ωt + φ എന്നുള്ളൊരു സൊല്യൂഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഒമേഗ എന്ന് പറഞ്ഞാൽ √ω02 - k² ആണ് ഒമേഗ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത്രയും ഭാഗത്തിൻ്റെ സൊല്യൂഷൻ. ഇനി നമ്മുടെ സെക്കൻഡ് പാർട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്ററിന് എക്സിന് ഒരു വാല്യൂ എടുത്തായിരുന്നു. x = ae⁻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വേറൊരു വാല്യൂ, സെക്കൻഡ് പാർട്ടാണ്. ഇവിടെ എക്സിന് പകരം നമുക്ക് വേറൊരു വാല്യൂ എടുക്കാനാണ്. x = a sin pt - θ എന്നുള്ളൊരു വാല്യൂ വെറുതെ കൊടുക്കണേണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് ഇക്വേഷൻ 2 എന്ന് മാർക്ക് ചെയ്യാം, ഇതിന് നമുക്ക് 3 എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇത് നമ്മുടെ വെറുതെ ഒരു എടുത്തേക്കണേണ്, ഇവിടെ നിന്നും ഡെറൈവ് ചെയ്തേക്കണല്ല. അപ്പോൾ ഇതിൽ എ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡാണ്. എ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ്, തീറ്റ എന്ന് പറഞ്ഞാൽ ഫേസ് ലാഗാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. എക്സിൻ്റെ dx/dt എന്തായിരിക്കും? PA cos PT - θ. P എന്ന് വെച്ച് ഇൻറ്റു ചെയ്ത് A, സൈൻ്റെ ഡെറിവേറ്റീവ് cos PT - θ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കോൺസ്റ്റന്റ് ടേമിനെ ഇൻറ്റു ചെയ്യും, ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ dx/dt ഇത് കിട്ടി. ഇനി d2x/dt² എന്തായിരിക്കും? ഒരു പ്രാവശ്യം കൂടി ഡെറിവേറ്റീവ് എടുത്താൽ -p²a sin PT - θ. നമുക്ക് x കിട്ടി, dx/dt കിട്ടി, d2x/dt² കിട്ടി. ഈ 3 വാല്യൂ കൊണ്ടിട്ട് നമ്മൾ നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോണേണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ആദ്യം തന്നെ നമുക്ക് എഴുതാം. d2x/dt² പ്ലസ് 2k dx/dt പ്ലസ് ω02x = f0 sin pt f0 sin pt. d2x/dt² എന്താ കിട്ടി നമുക്ക്? -p²a sin pt - θ. ഇതാണ് നമുക്ക് d2x/dt² പകരം കിട്ടിയത്. പ്ലസ് 2k ഇൻറ്റു ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേണ്ട. dx/dt എന്തായിരുന്നു? PA cos PT - θ പ്ലസ് ω02 x എന്താ നമ്മളെടുത്ത്? a sin PT - θ. ω02 a sin PT - θ ഈസ് ഈക്വൽ ടു f0 sin PT. ഇത്ര മനസ്സിലായല്ലോ. ഇനി നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് sin PT - θയുടെ ടേംസിനെ കോമൺ ആക്കി എടുക്കാം. അപ്പോൾ ഇവിടെ എന്ത് വരും? sin PT - θ ഇൻറ്റു ഇവിടെ എന്തൊക്കെയാണ് കോമൺ? sin PT - θ രണ്ടിൽ നിന്ന് എടുത്താൽ ബാക്കി -p²a ω02a. അപ്പോൾ ω02a - p²a എന്ന് എഴുതാലോ. ഓക്കെ, പ്ലസ് 2kPA cos PT - θ ഈസ് ഈക്വൽ ടു f0 sin PT. ഇവിടെ എ വീണ്ടും കോമൺ അല്ലേ, അപ്പോൾ എ നമുക്ക് വീണ്ടും പുറത്തോട്ട് എടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? എ ഇൻറ്റു ഇവിടുന്ന് എ എടുത്താൽ ω02 - p²,
ബാക്കി എന്താ സൈൻ പി ടി മൈനസ് തീറ്റ. ഓക്കെ, പ്ലസ് 2kPa cos pt minus theta is equal to f0 sin pt മൈനസ് തീറ്റ പ്ലസ് തീറ്റ. ഇവിടെ നമ്മൾ വെറുതെ തീറ്റ സബ്സ്ട്രാക്ട് ചെയ്തും ആഡും ചെയ്തു. അങ്ങനെ ഇതാ നമ്മുടെ ഇതിൽ എന്താ പറയുക, ഡിഫറൻസ് ഒന്നും വരില്ലല്ലോ, കാരണം മൈനസ് തീറ്റ പ്ലസ് തീറ്റ 0 അല്ലേ. അപ്പോൾ ഇത് നമുക്കൊരു സംഭവത്തിന് വേണ്ടി നമ്മളിങ്ങനെ എടുത്തേക്കണേണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് വരുമ്പോഴത്തേക്കും a ഇൻറ്റു ഒമേഗ 0 സ്ക്വയർ മൈനസ് പി സ്ക്വയർ സൈൻ പി ടി മൈനസ് തീറ്റ പ്ലസ് 2kPa കോസ് പി ടി മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു f0 സൈൻ പി ടി മൈനസ് തീറ്റ പ്ലസ് തീറ്റ. ഇവിടെ ഈ പി ടി മൈനസ് തീറ്റനെ എ എന്നാക്കി എടുത്തിട്ട് തീറ്റനെ ബി എന്നാക്കി എടുക്കുക. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? f0 സൈൻ എ പ്ലസ് ബി എന്നുള്ള ഒരു ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. സൈൻ എ പ്ലസ് ബി, എ എന്ന് പറഞ്ഞാൽ പി ടി മൈനസ് തീറ്റ, പി ടി മൈനസ് തീറ്റ എ ആക്കി, തീറ്റനെ ബി ആക്കി. അങ്ങനെയാണെങ്കിൽ ഇത് f0 സൈൻ എ പ്ലസ് ബി ഫോമിലാവും. അപ്പോൾ സൈൻ എ പ്ലസ് ബി ഇതെന്താ ഇക്വേഷൻ? സൈൻ എ പ്ലസ് ബി ഈക്വൽ ടു സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. അപ്പോൾ ഇവിടെ എന്താവും? f0 സൈൻ എ പ്ലസ് ബി. അപ്പോൾ എന്താ? f0 സൈൻ എ കോസ് ബി, അതായത് സൈൻ പി ടി മൈനസ് തീറ്റ കോസ് തീറ്റ സൈൻ എ കോസ് ബി, സൈൻ എ കോസ് ബി. ഓക്കെ, പ്ലസ് f0 രണ്ടിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ പിന്നെ f0 സൈൻ എ പ്ലസ് ബി അല്ല, സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി അല്ലേ. അപ്പോൾ f0 കോസ് പി ടി മൈനസ് തീറ്റ സൈൻ തീറ്റ ഇങ്ങനെ ആവൂലേ? സൈൻ എ പ്ലസ് ബി ഫോം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ f0 സൈൻ പി ടി മൈനസ് തീറ്റ കോസ് തീറ്റ പ്ലസ് f0 കോസ് പി ടി മൈനസ് തീറ്റ സൈൻ തീറ്റ ഇങ്ങനെയായി. ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് സൈൻ പി ടി മൈനസ് തീറ്റയുടെയും കോസ് പി ടി മൈനസ് തീറ്റയുടെയും കോയിഫിഷ്യൻസിനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ ഈ സൈൻ പി ടി മൈനസ് തീറ്റ ഉണ്ടോ ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ. ഇനി ആർച്ചസിലോട്ട് പോകുമ്പോൾ വീണ്ടും ഉണ്ട് സൈൻ പി ടി മൈനസ് തീറ്റ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കോയിഫിഷ്യൻസ് എന്താ? ഇതിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എ ഒമേഗ 0 സ്ക്വയർ മൈനസ് പി സ്ക്വയർ. ഇതിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ f0 കോസ് തീറ്റ, പി ടി സൈൻ പി ടി മൈനസ് തീറ്റയുടെ കോയിഫിഷ്യൻസ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാലോ. അതായത് എ ഇൻറ്റു ഒമേഗ 0 സ്ക്വയർ മൈനസ് പി സ്ക്വയർ ഈസ് ഈക്വൽ ടു f0 കോസ് തീറ്റ എന്നെടുക്കാം നമുക്ക്, കോയിഫിഷ്യൻസ് ടേം ഇക്വേറ്റ് ചെയ്യുമ്പോൾ. പിന്നെ ഇവിടെ കോസ് പി ടി മൈനസ് തീറ്റ ഉണ്ട്, ഇവിടെയും കോസ് പി ടി മൈനസ് തീറ്റ ഉണ്ട്. ഇതിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ 2kPa, ഇതിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ f0 സൈൻ തീറ്റ. അപ്പോൾ ഇങ്ങനെ എഴുതാം, 2kPa ഈസ് ഈക്വൽ ടു f0 സൈൻ തീറ്റ എന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിനെ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യണം. സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോൾ ഇതെന്താവും? f0 സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യണേണ് ഇത് രണ്ടും കൂടി. അപ്പോൾ f0 സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്നായല്ലോ അല്ലേ. ഇത് സ്ക്വയർ ചെയ്താൽ ഇത് നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? f0 സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഇതിനെ സ്ക്വയർ ചെയ്ത് എന്ത് കിട്ടും? f0 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. f0 സ്ക്വയർ കോമൺ അല്ലേ, അതുകൊണ്ട് പുറത്തോട്ട് എടുത്ത് പ്ലസ് ഇതിനെ രണ്ടുപേരും ആഡ് ചെയ്യണം, കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു ഇവിടെയും സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എ സ്ക്വയർ ഇൻറ്റു ഒമേഗ 0 സ്ക്വയർ മൈനസ് പി സ്ക്വയർ ഹോൾ സ്ക്വയർ ഇങ്ങനെ കിട്ടും അല്ലേ. ഇതിനെ രണ്ട് ആഡ് ചെയ്ത് പിന്നെ ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ ഇത് കിട്ടും, പിന്നെ ഇതിനെയും കൂടി സ്ക്വയർ ചെയ്യാണ്ട്, അതായത് പ്ലസ്
2 സ്ക്വയർ 4 കെ സ്ക്വയർ പി സ്ക്വയർ എ സ്ക്വയർ. മനസ്സിലായില്ലേ? സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്തത്. ഇതിനെ രണ്ടിനെയും സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് ഇതിനെ രണ്ടിനെയും സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് അത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നമുക്ക് ഈ രണ്ട് ടേമിൽ നിന്ന് എ കോമൺ എടുക്കാമല്ലോ. എ സ്ക്വയർ കോമൺ അല്ലേ? അപ്പോൾ f0 സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്താ 1 ആണ്. അപ്പോൾ അത് f0 സ്ക്വയർ മാത്രം. f0 സ്ക്വയർ ഇൻറ്റു 1 f0 സ്ക്വയർ ഈസ് ഈക്വൽ ടു f0 സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ കോമൺ എടുക്കുക. എ സ്ക്വയർ ഇൻറ്റു ഒമേഗ 0 സ്ക്വയർ മൈനസ് പി സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് 4k സ്ക്വയർ പി സ്ക്വയർ. ഇങ്ങനെ കിട്ടുമല്ലോ. ഇനി നമുക്ക് ഈ ടേമിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാം, f0 അങ്ങോട്ട്. അപ്പോൾ എ സ്ക്വയർ എന്താവും? എ സ്ക്വയർ ഈസ് ഈക്വൽ ടു f0 സ്ക്വയർ ബൈ ഒമേഗ 0 സ്ക്വയർ മൈനസ് പി സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് 4k സ്ക്വയർ പി സ്ക്വയർ എന്ന് കിട്ടും. എ സ്ക്വയർ, അപ്പോൾ എ എന്താവും? ഇതിൻ്റെ റൂട്ട്, അതായത് എ ഈസ് ഈക്വൽ ടു f0 സ്ക്വയറിൻ്റെ റൂട്ട് f0 ബൈ റൂട്ട് ഓഫ് ഒമേഗ 0 സ്ക്വയർ മൈനസ് പി സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് 4k സ്ക്വയർ പി സ്ക്വയർ എന്ന് കിട്ടൂലേ? നമുക്ക് ഇക്വേഷൻ 4 എന്ന് മാർക്ക് ചെയ്യാം. ഇനി ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ടാൻ തീറ്റ കിട്ടണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ f0 സൈൻ തീറ്റ ബൈ f0 കോസ് തീറ്റ ചെയ്താൽ ടാൻ തീറ്റ കിട്ടും. f0 സൈൻ തീറ്റ ബൈ f0 കോസ് തീറ്റ, അതായത് f0 0 ക്യാൻസൽ, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. f0 സൈൻ തീറ്റ എന്താ? 2k pa ബൈ f0 കോസ് തീറ്റ എന്താ? a ഇൻറ്റു ഒമേഗ 0 സ്ക്വയർ മൈനസ് പി സ്ക്വയർ. എയും ക്യാൻസൽ ആവും, അതായത് 2kp ബൈ ഒമേഗ 0 സ്ക്വയർ മൈനസ് പി സ്ക്വയർ. ഇതാണ് ടാൻ തീറ്റ. ഇനി നമ്മുടെ ഈ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഇക്വേഷൻ ഇപ്പോൾ കിട്ടിയത് നമ്മുടെ തേർഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? ഫോർത്ത് ഇക്വേഷൻ തേർഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും? എക്സ് ഈസ് ഈക്വൽ ടു തേർഡ് ഇക്വേഷൻ എന്തായിരുന്നു? എ സൈൻ പി ടി മൈനസ് തീറ്റ. എക്സ് ഈക്വൽ ടു എ സൈൻ പി ടി മൈനസ് തീറ്റ ആയിരുന്നു നമ്മുടെ തേർഡ് ഇക്വേഷൻ. അപ്പോൾ ഈ എക്ക് പകരം ഇപ്പോൾ കിട്ടിയ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്താവും? എക്സ് ഈസ് ഈക്വൽ ടു f0 ബൈ റൂട്ട് ഓഫ് ഒമേഗ 0 സ്ക്വയർ മൈനസ് പി സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് 4k സ്ക്വയർ പി സ്ക്വയർ. ഓക്കെ, പിന്നെ സൈൻ പി ടി മൈനസ് തീറ്റ കിട്ടിയല്ലോ. നമുക്ക് ഇക്വേഷൻ 5 എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫൈനൽ സൊല്യൂഷനിലോട്ട് വരുമ്പോൾ, അതായത് നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ പ്ലസ് ഡ്രൈവിംഗ് ഫോഴ്സ് കൂടി വരുന്ന സംഭവമാണ് ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ. അപ്പോൾ ടോട്ടൽ പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായി ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മാണ്, അതായത് ഡാംഡ് ഓസിലേറ്ററുടെ എനർജി ഇതും ഉണ്ടാവും, ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ ഉണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിൻ്റെ സമ്മാണ്. അതായത് ഇപ്പോൾ കിട്ടിയ ഈ എക്സിൻ്റെയും നേരത്തെ നമുക്ക് ഡാംഡ് ഹാർമോണിക് ഓസിലേറ്ററിൽ കിട്ടിയ എക്സിൻ്റെ സമ്മാണ്. അപ്പോൾ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ കിട്ടിയ എന്തെന്നാ? എക്സ് ഈസ് ഈക്വൽ ടു a0 e raised to minus kt സൈൻ ഒമേഗ ടി പ്ലസ് 5 അല്ലേ? അപ്പോൾ ടോട്ടൽ സൊല്യൂഷൻ എന്താ മൊത്തത്തിൽ? എക്സ് ഈസ് ഈക്വൽ ടു a0 e raised to minus kt സൈൻ ഒമേഗ ടി പ്ലസ് 5 പ്ലസ് f0 ബൈ റൂട്ട് ഓഫ് ഒമേഗ 0 സ്ക്വയർ മൈനസ് പി സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് 4k സ്ക്വയർ പി സ്ക്വയർ സൈൻ പി ടി മൈനസ് തീറ്റ. ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇവിടെ ഒരു സംഭവം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഇത് നമ്മൾ പറഞ്ഞ പോലെ ഡാംഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ആണ് സംഭവം, ശരിയാണ്. പക്ഷേ ഇതിൽ വരുമ്പോഴത്തേക്കും ഡാംഡ് ഹാർമോണിക് ഓസിലേറ്റർ വർക്ക് ചെയ്യണത് നാച്ചുറൽ ഫ്രീക്വൻസി വെച്ചിട്ടാണ്, അതായത് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായും ടൈം പോകുന്തോറും ഇതിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞ് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്
ചത്തുവും. അതായത് നമ്മൾ ഇംഗ്ലീഷിൽ ഇറ്റ് ഡൈസ് ഔട്ട് എന്ന് പറയണം. അതുകൊണ്ടാണ് ഞാൻ ചത്തു എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇറ്റ് വിൽ ഡൈ ഔട്ട് ആഫ്റ്റർ എ സർട്ടൺ പീരിയഡ് ഓഫ് ടൈം. സോ ദ ഫോഴ്സ് സോ ദ ലെഫ്റ്റ് ഈസ് ദിസ് വൺ, അതായത് F0 ബൈ റൂട്ട് ഓഫ് ω0 സ്ക്വയർ മൈനസ് പി സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് 4k സ്ക്വയർ പി സ്ക്വയർ സൈൻ പി ടി മൈനസ് തീറ്റ. അപ്പോൾ നമ്മുടെ ശരിക്കും ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ x ഈസ് ഈക്വൽ ടു F0 ബൈ റൂട്ട് ഓഫ് ω0 സ്ക്വയർ മൈനസ് പി സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് 4k സ്ക്വയർ പി സ്ക്വയർ സൈൻ പി ടി മൈനസ് തീറ്റ. ഇതാണ് സൊല്യൂഷൻ. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഫസ്റ്റ് ടേം ടൈം കൂടുന്തോറും ആസ് ടൈം എലാപ്സസ് the frequency become lower and lower and the amplitude dies out in the case of damped harmonic oscillator. So the first term in this equation dies out. So the term left in this equation will be F0 by root of ω0 square minus p square whole square plus 4k square p square sin pt minus theta. So that is the solution considered. അപ്പോൾ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ.